പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വചനവുമായി വീണ്ടും വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഓരോ വാക്യവും വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് കർത്താവ് ഈ വചനങ്ങളിലൂടെ ഒരു സക്സസ്ഫുള്ളായിട്ട് സമാധാനത്തോടെയൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള സ്പിരിച്വൽ ഇൻ്റലിജൻസാണ് കർത്താവ് നമുക്ക് തരുന്നത്. ലോകം മുഴുവൻ ഇപ്പോൾ AI-യുടെ പുറകിലാണ്. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഗോഡ്ലി ഇൻ്റലിജൻസ് കർത്താവ് നമുക്ക് ഈ വചനങ്ങളിലൂടെ ഉപദേശിക്കുന്നു. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവനു ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമിയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ അവർ ഒരു ദിവസത്തെ വലിയ പ്രയത്നത്തിനൊക്കെ ശേഷം ഒന്നും കിട്ടാതെ നിരാശരായി വലയും വള്ളമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ യേശു അനുവാദം ചോദിക്കുന്ന പോലുമില്ല. യേശു വന്ന് ആ വള്ളങ്ങളിലൊന്ന് കയറിയിരുന്ന് ആ വള്ളം ഒരു സ്റ്റേജായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ ഈ നിരാശനായിരിക്കുന്ന ശിമിയോൻ ഒന്നും മറുത്ത് പറയുന്നൊന്നുമില്ല. യേശുവിനെ അവർക്ക് അറിയാനും പാടില്ല. പക്ഷേ അവൻ്റെ സമ്പത്ത്, അവൻ്റെ സ്വത്ത് അവൻ വചനപ്രഘോഷണത്തിന് ഉപയോഗിക്കാൻ അവൻ അറിഞ്ഞോ അറിയാതെയോ അവിടെ വിട്ടുകൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. അപ്പോൾ ശിമിയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇപ്പം ശിമിയോനൊക്കെ ദർ എക്സ്പേർട്ട് ഫിഷർമെൻ. അവർക്കൊരു രാത്രി മുഴുവൻ വർക്ക് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ തളർന്നിരിക്കുന്ന സമയത്താണ് യേശു പറയുന്നത്, ആഴത്തിലേക്ക് ഇറക്കി വീണ്ടും വലയിറക്കുക. ഇപ്പം ശിമിയോൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി കിട്ടിയിട്ടില്ല, ഇനി കിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും യേശു പറയുന്നത് ഞങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞ് അവൻ എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ബിസിനസ് ലോജിക്കും മനുഷ്യരുടെ ലോജിക്കിന് വിട്ട് ക്രിസ്തുവിൻ പറഞ്ഞതനുസരിച്ച് ബ്ലൈൻഡായിട്ട് അവൻ വല എറിയുകയാണ്. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമിയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു.
യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. അതാണ് ഈ വചനഭാഗത്തെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നത്. അധ്വാനത്തിന് ശേഷം ഒന്നും കിട്ടാതിരുന്നു. ആ സമയത്ത് ക്രിസ്തു ഇടപെട്ട് അവർക്ക് വളരെയധികം മത്സ്യം, അത് വിറ്റ് കഴിഞ്ഞാൽ ഒത്തിരി പൈസ ഒക്കെ കിട്ടുമായിരുന്നു. ഇതിനു വേണ്ടിയാണ് അവർ പ്രയത്നിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അത് കിട്ടിയപ്പോൾ അവർ അതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ക്രിസ്തു കനിയുമ്പോൾ ക്രിസ്തു ഐശ്വര്യവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ചൊരിയും. അതെല്ലാം കണ്ട് നമ്മൾ ചഞ്ചല ചിത്തരാകരുത്. ക്രിസ്തു, ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണത്. 2005 മുതൽ ഞാൻ സെൽഫ് എംപ്ലോയിഡാണ്. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ ഒക്കെ പലപ്പോഴും ചില സമയത്ത് നന്നായിരിക്കും, ചില സമയത്ത് മോശമായിരിക്കും. പക്ഷേ ക്രിസ്തു എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? അപ്പോൾ നമ്മൾ അങ്ങനെ ക്രിസ്തുവുമായി ചേർന്ന് നടക്കുമ്പോൾ പെട്ടെന്ന് വലിയ ഓർഡറുകളും വലിയ ബമ്പറടിച്ച പോലെയുള്ള ഓർഡറുകളെല്ലാം വരും. അപ്പോഴും നമ്മുടെ മാനുഷികമായ ചിന്തയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടന്നു കഴിയുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകലുവാനുള്ള ടെൻഡൻസി വളരെ അധികമാണ്. പക്ഷെ ഇവിടെ ഈ ലോകത്തിൻ്റെ സമ്പത്തിലൊന്നുമല്ല അവരതെല്ലാം ഉപേക്ഷിച്ച്, അവരുടേതാണതെല്ലാം, പക്ഷെ അതും എല്ലാം ഉപേക്ഷിച്ച് അവർ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്ന കാഴ്ചയാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു വിവേകത്തിലേക്ക്, ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും ക്രിസ്തു ഇടപെട്ടാൽ എല്ലാം മാറി മറിയും. അപ്രകാരം മാറി മറിയുമ്പോഴും നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട്, അബ്ബാ പിതാവേ, അങ്ങയുടെ വചനങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ നിധി എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ലൗകികതയിലോട്ട് മാറിപ്പോകരുത്. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ശിമയോനൊക്കെ വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പുറകെ പോയ പോലെ നമുക്കും എന്നും ഏതവസ്ഥയിലും ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു കർത്താവെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, adore you, worship you, love you, Jesus Christ. Hallelujah.